നമസ്കാരം. അക്ഷയ സെൻട്രൽ പേയ്മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അക്ഷയയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും അതിന് അക്ഷയയിൽ സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം. അക്ഷയ സെൻട്രലിൽ നിന്ന് ലഭിക്കുന്ന പുതിയ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ അക്ഷയ പേയ്മെന്റിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മുന്നോട്ട് അപ്ലോഡ് ചെയ്തിരുന്ന പുതിയ വീഡിയോകളും പുതിയ ഇൻഫർമേഷനുകളും നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. ആയതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ APL റേഷൻ കാർഡ് എങ്ങനെ BPL ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓൺലൈനായി അക്ഷയയിൽ വന്നാൽ ഓൺലൈനായി APL റേഷൻ കാർഡ് BPL ആക്കാൻ അവസരമുണ്ട്. സ്വന്തമായി വീടില്ലാത്തവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും വിധവകളും BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹനാണെന്നുള്ള വിയോടെ സാക്ഷ്യപത്രവുമായി അക്ഷയയിൽ വന്ന് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചാൽ അതായത് സപ്ലൈ ഓഫീസർ അത് പരിശോധിച്ച് BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരുന്നതാണ്. ഇത് എപ്പോഴും ഓൺലൈനിൽ ഈ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. BPL ഉൾപ്പെടുവാൻ അർഹരായ ഉപഭോക്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വരുന്ന 25/11/2024 മുതൽ 10/12/2024 വരെ ഓൺലൈനിൽ റേഷൻ കാർഡ് കൺവേർഷന് കൊടുക്കാൻ അവസരമുണ്ട്. റേഷൻ കാർഡിൻ്റെ തരം മാറ്റാൻ ഈ അവസരം എല്ലാവരും ഉപയോഗിക്കുക. അതിന് അർഹരായവർ അതായത് പഞ്ചായത്തിൻ്റെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VOയിൽ നിന്നും BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹനാണെന്ന സാക്ഷ്യപത്രവും റേഷൻ കാർഡുമായി അക്ഷയയിൽ വന്നാൽ BPL റേഷൻ കാർഡിന് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഓൺലൈനിൽ ഇതിനൊരു അവസരമില്ല. 25/11/2024 മുതൽ 10/12/2024 വരെയാണ് ഇതിനുള്ള ഓപ്ഷൻ സർക്കാർ നൽകിയിട്ടുള്ളത്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അർഹരായവർക്ക് ഈ വീഡിയോ എത്തുന്നവരെ പരമാവധി ഷെയർ ചെയ്ത് സഹകരിക്കുക. മറ്റൊരു ഉപകാരപ്രദ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.